തങ്കം ഒരു ചായ എടുക്ക്, വേറൊരു ചായ എടുക്ക്. അതെ, എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. അതെന്താ ചായ വേണ്ടാന്ന്? ചായ എന്താ നിനക്ക് വേണ്ടെന്ന്? അല്ല, ചായ കുടിക്കാം, കുഴപ്പമില്ല. അല്ല, വെള്ളം കുടിച്ചോ? വെള്ളം എടുത്തോ? വെള്ളം കുടിക്കാല്ല. അതെ, നമുക്ക് ആശുപത്രി വരെ പോണെന്ന് പറയുന്നതായിട്ട്. ആശുപത്രി പോണോടോ, ചെറിയൊരു കുഴപ്പമുണ്ട്. ആകെ ഒരു എന്താന്നറിയില്ല. അപ്പൊ ഒന്ന് ഡോക്ടറെ പോയി കാണണം. നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. അപ്പൊ നീ ഏതായാലും വെറുതെ നിൽക്കല്ലേ, നീയും കൂടെ വാ. ഞാൻ വരും, ഒരു കൂട്ടായല്ലോ. ഉറപ്പായിട്ട് ഞാൻ വരും. എന്നിട്ട് പിന്നെ പോവാൻ നിനക്ക് വേറെ എവിടേക്കെങ്കിലും പോണെങ്കിൽ. ഡ്രസ്സൊന്നും മാറ്റിയാലോ? പിന്നെന്താ, നല്ലതാ. അമ്മ മുണ്ടും ഷർട്ടും എടുത്തോ. കർത്താവ്, എന്തൊരു കഷ്ടമാണ്. നിന്നോട് ഞാൻ എന്താ കുട്ടി പറഞ്ഞത്? തങ്കത്തിന് സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ഒക്കെ വിടുന്നു. ഇത് നല്ല മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ചികിത്സിച്ചാൽ മാറുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കരയല്ലേ, ഞാന് ഇത്രയൊക്കെ കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ വേണ്ട വേണ്ട, നീ ഇനി അവിടെ വന്ന് കരച്ചിലും ബോളമൊക്കെ ആകുമ്പോൾ അത് അവന് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇനി വല്ലതും തോന്നിയാൽ അത് അതിനേക്കാളും പ്രശ്നമാവും. നമുക്ക് ഡോക്ടറെ കണ്ട് ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വലിയ ആശുപത്രിയിൽ വേണമെങ്കിൽ കൊണ്ടുപോവാം. വേണ്ട തങ്കം, വെറുതെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വന്ന് നിങ്ങൾ കരച്ചിലും മിരിച്ചിലും ഒക്കെ ആയാൽ അത് ശരിയാവില്ല. ഞാൻ ആ ഫാസിലിനോട് പറയാം, വണ്ടി വിളിച്ചിട്ട് വരാൻ സാറിൻ്റെ. ഇതിപ്പോ നല്ല അടി പറ്റിയിട്ടുണ്ടോ? ഇപ്പം പറഞ്ഞ പോലെ രണ്ടാമത്തെ വടിയൊന്നും ആയിരിക്കില്ല, മേളിൽ നിന്നായിരിക്കും വീണേ, പുറമേ ഒന്നുമില്ലല്ലോ. എല്ലാം പോയി. എന്താണ് നീ കാണിച്ചത്? നീ എന്താ കാണിച്ചതെന്ന്? ഞാൻ ആശ്വസിപ്പിക്കുക. തൊട്ടും തലയിട്ടാണ് ആശ്വസിപ്പിക്കുന്നത്? ആണോ? തൊട്ടും തലയോടിയിട്ടാണ് ആശ്വസിപ്പിക്കുന്നത്? എന്തടി എന്താടി കാണിക്കണത്? അമ്മ, എല്ലാം പോയമ്മ, നമ്മുടെ കുടുംബത്തിലെ മാനം പോയി. വീട്ടിനകത്ത് പൊന്നളിയാ, ഞാൻ പറയണ ആരാണാ നിന്റെ അളിയെ? ആരാണാ നിന്റെ അളിയെ? അപ്പൊ നീ ഈ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അളിയാന്ന് എന്നെ വിളിച്ചതല്ലേ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ. അമ്മ, എത്രയും പെട്ടെന്ന് അവളെ കല്യാണം നടത്തിക്കോ, ഇല്ലെങ്കിൽ കുടുംബത്തിന് ചെയ്ത പേരുണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവർ ഞാൻ കാണിച്ചു. കർത്താവേ, എന്താടാ അവനാകെ വട്ട് മൂത്ത് വെക്കണം. അങ്ങോട്ട് പോരുത്. അതൊന്നും കുഴപ്പമില്ല, അങ്ങോട്ട് പോരുത്. പാടാ, ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. ദേവദ്രവം ചെയ്ത് പോരുത്. ഇതിലും വലിയ കേസ് നിന്നോട് ഞാൻ എന്താ പറഞ്ഞു? എന്റെ വീട്ടിലെടുത്ത് നിന്റെ കാല് കുത്തിക്കഴിഞ്ഞാൽ നിന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിക്കും. കനക വെറുതെ അവന്റെ മെക്കിട്ട് കയറേ. കനക കളിക്കല്ലേ, ഞാൻ ഫാസില്. ഏത് ഫാസില്? ഏത് ഫാസിലാ? കനക KCB-ലെ ഫാസില്. എന്ത് KCB-ലെ ഫാസില്? അതെ, KCB-ൽ എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷം മതി KCB-ക്കാരെണ്ണ ഭരിക്കാൻ വരിക. അതിനു മുമ്പ് വരണ്ട. കനക ഇറങ്ങടാ എന്റെ വീട്ടിന്റെ ഉമ്മർന്ന്. കനക, നീ എന്നോടാണ് പറയണത്. നിങ്ങൾ ഒറ്റ വരുത്. ഓ, അത് ശരി, നിന്റെ ഗുണ്ടയാണ് വല്ലേ? ഇറങ്ങാ, ഒറ്റ വരുതിൽ എനിക്ക് കാണരുത്. കനക, നീ എന്നോടാണ് ഇറങ്ങി പോയാ പറഞ്ഞു. കനക വേണ്ട, വാ. കനക, എന്താണ് നിനക്ക്? ഫാസിലെ, കനക, അവന് മൂത്ത് നിൽക്കണം. നീ എവിടേക്കും പോണ്ട, ഒരാശുപത്രിക്കും പോണ്ട. ഡോക്ടറെ കാണാൻ പോണം, ആശുപത്രിക്കാണ്. എന്താണെങ്കിൽ വീട് ഈ വക പരിപാടികളൊക്കെ അവിടെ നടക്കണമല്ലേ? അമ്മാ, പറ്റിപ്പോയമ്മാ, പറ്റിപ്പോയി. തെറ്റുപറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റി. അവനെ നമ്മുടെ കുടുംബത്തിൽ കയറ്റാൻ പാടില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് തങ്കത്തിന് കല്യാണം നടത്തുക. അതിന് അച്ഛൻ വരണമൊന്നും കാക്കണ്ട. കടം വാങ്ങിയിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ കല്യാണം നടത്തുക. ഇല്ല, കുടുംബത്തിന് ഈത്തപ്പേരാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഷ്ടമാണ്. എടാ നീ പ്രയാസപ്പെടണ്ടാ, ഇത്ര സ്നേഹം ഉണ്ടായ നിനക്ക് അളിയനോട്. ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത്. അവനോട് എനിക്ക് എന്ത് സ്നേഹം. എടാ എന്റെ ഭാര്യയെ കൊച്ചിനെ ഞാൻ ഇനി എങ്ങനെ കാണും? എന്തൊരു കഷ്ടമാണിത്. ആ തക്കളിമോള് സ്കൂളിൽ പോയി നന്നായി, അല്ലെങ്കിൽ അതാരാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അവൻ വെട്ടി കണ്ടിട്ടാ അവള് നന്നായി. എടാ ഞാനിനിപ്പോ എന്തോ ചെയ്യുമെന്ന് പറ പാസിലെ. ഒരു പണിയായി, ഒരു 2 ആഴ്ചത്തേക്ക് നീ പാലയിൽ പോയി നിൽക്ക്, അവനൊന്ന് ക്ലിയർ ആകട്ടെ. പാസിലെ നീ ആ ഭ്രാന്തനെ എവിടെയെങ്കിലും കൊണ്ട് ഇടാൻ നോക്കടാ. എടാ അവന് എന്തെങ്കിലും വെളിവുണ്ടെങ്കിൽ എന്നോട് അങ്ങനെ പറയോ? ഇന്നലെ അവർ ഇഞ്ചക്ഷൻ ചെയ്തില്ലേ, അതിന്റെ എന്തോ കുഴപ്പമാണ്, അത് നമുക്ക് ആശുപത്രി കൊണ്ടുപോയാൽ ക്ലിയർ ആക്കി എടുക്കാം. എന്നാലും ഡോക്ടർ പറഞ്ഞ് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ എല്ലാം മാറുമെന്ന് പറഞ്ഞു. ഇതിപ്പോ ഇങ്ങനെ മാറുമെന്ന് ആരെങ്കിലും പറഞ്ഞു? അത് ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും. അവൻ ആരും ഒരു ബോധവും ഇല്ല. അമ്മയെ അറിയാം, തങ്കത്തിനെ അറിയാം, പിന്നെ അമ്മാവനെ അറിയാം. അമ്മാവനെ തിരിച്ചറിയണ്ട. ആ അമ്മാവനെയൊക്കെ അറിയാം. എന്നെ അമ്മാവനൊന്ന് വിളിച്ചേ. എന്തിന്? വിളിക്ക്. ആ വിളിക്ക്. അമ്മാവാ, അതെ ചെറിയൊരു പ്രശ്നമുണ്ട് അമ്മാവാ. അതെ ഞാൻ പാസലിൻ്റെ കൊടുക്കാം. പറയും അമ്മാവാ. ആ ഞാൻ ഫാസിലാണ്. അതേ നമ്മുടെ കനകൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇല്ല വഴക്കല്ല, അത് വന്നിട്ട് പറയാം. അമ്മാവൻ വീട്ടിലുണ്ടാ? എങ്ങോട്ട് പോവില്ലെന്ന് പറ. അമ്മാവൻ എങ്ങും പോവല്ലേ. ഞങ്ങൾ അൻസാറിൻ്റെ കാറായിട്ട് ഞാനും ക്ലീറ്റോ ഇപ്പം അങ്ങോട്ട് വരാം. ഒന്ന് അമ്മാവന് ഇവിടുത്തോളം ഞങ്ങളുടെ കൂടെ വരണം. ഇപ്പോൾ വരാം. ശരി എന്നാ. അമ്മാവനോട് എൻ്റെ വീട്ടിൽ എടാ അവൻ ഇന്നലെ കോണിന്ന് വീണ് ആശുപത്രി കൊണ്ടുപോയി. അതെന്താ എന്നോട് പറയാഞ്ഞേ? അമ്മാവ അതിനുള്ളതൊന്നും ഉണ്ടായില്ലാന്ന്. ഒരു 3 പടിയുടെ മുകളിൽ നിന്നാണ് അവൻ വീണത്. അപ്പൊ തന്നെ ഞാനെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ക്ലീറ്റോനെ വിളിച്ച് വിവരവും പറഞ്ഞു. മാത്രമല്ല സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് നോക്കി ഡോക്ടർ പറഞ്ഞേ പേടിക്കാനൊന്നുമില്ല, ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, അതിന്റെ മയക്കം ഉണ്ടാവും, അത് കഴിഞ്ഞൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എല്ലാം മാറിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇപ്പൊ രാവിലെ എണീച്ചപ്പോ ഈ പോല്. എടാ ഇനി എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളെ കണ്ടാൽ തന്നെ അവൻ കടിച്ചു കയറാനാ വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പ്രയോഗിക്കില്ലേ? അമ്മാവനെ മാത്രമേ ഇപ്പൊ അവന് ഓർമ്മയുള്ളൂ. അതെ അമ്മാവന് മാത്രമേ ഓർമ്മയുള്ളൂ. അവനെ പറയുന്നത് എന്താ അറിയാമോ? അവൻ ഇപ്പൊ വീണത് പോസ്റ്റേന്നല്ല, അമ്മാവന്റെ വീട്ടിന്റെ അവിടെ ഒരു മാവുണ്ട്, ആ മാവേന്ന് വീണെന്നാ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണേ. അല്ല അമ്മാവ, അവൻ മാത്തേന്ന് പോലും വീണിട്ടുണ്ട് അമ്മാവന്റെ വീട്ടിൽ നിന്ന്. അതിന് അവൻ എന്റെ വീട്ടിൽ വന്നിട്ട് കൊല്ലത്രേടാ. ഇന്നും ഇന്നലെ ഇല്ലാന്ന് എന്നെങ്കിലും വീണിട്ടുണ്ടാ? നേരത്തെ എപ്പോഴെങ്കിലും? അത് അവന് KCBയിൽ ജോലി കിട്ടുന്നതിന്റെ മുമ്പ് തേരാപാര നടക്കുമ്പോഴേ കുറെ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് അടുത്തുള്ള പിള്ളേരൊക്കെ മാമ മാങ്ങ പറിച്ചു തരുമെന്ന് ചോദിച്ചപ്പോ കയറി പറിച്ച് താഴെ വീണിട്ട് ബോധം പോയിട്ടുണ്ട്. അത് തന്നെ അമ്മാവാ, ഇത് അത് തന്നെ. ഇപ്പൊ ആര് വന്നാലും പറഞ്ഞു ഞാനേ അമ്മാവന്റെ വീട് വരെ പോയിരുന്നേ, അവിടെ മാവേ കയറിയിട്ട് മാങ്ങ പറിക്കപ്പോ ഒന്ന് വീട് തല ഇന്നത്തെ കാലത്തെ കാര്യം ഓർമ്മയുള്ളൂ. ഇന്നു വരെ അവൻ അങ്ങനെ ആ പ്രകൃതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയെങ്കിലും നമുക്ക് അവനെ രക്ഷപ്പെടുത്തണം അമ്മാവ. പിന്നെ അതിപ്പോ ആ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മരുന്നിന്റെ പ്രശ്നമാവും കൊടുത്താൽ തീരണുള്ളൂ. നമുക്കിപ്പോ തന്നെ പോയിട്ട് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അവൻ എന്തേലും ചെന്ന് പറഞ്ഞ് മയപ്പെടുത്തി വണ്ടിയിലൊന്ന് കയറ്റി തന്നാ മതി, ബാക്കി കാര്യം ഞങ്ങള്. പിന്നെ വണ്ടി പോയി വീട്ടിലേക്ക് വിടും. ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ കാര്യം എനിക്ക് ക്ലീറ്റോന്ന് ആദ്യം അവൻ രക്ഷപ്പെടട്ടെ. ഒന്ന് വേഗം വിട്. വിടണ്ട, വേണ്ട എത്തിയല്ലോ. എമ്മല്ലേ അങ്ങോട്ട് നിർത്തിയാൽ മതി, അവിടെ നിർത്തിയാൽ മതി, ഇവിടെ നിർത്തിയാൽ മതി. വീട്ടിലേക്ക് ഇറങ്ങി ശരിയാവൂല. അതെന്താ ആശുപത്രി കൊണ്ടുപോണ്ടേ? കനകനെ ആശുപത്രി കൊണ്ടുപോണ്ടേ? നിർത്തി എങ്ങനെയാ അവനെ വണ്ടി അങ്ങനെ ഇറക്കണ്ടേ? എന്റെ അമ്മാവ അങ്ങോട്ട് വണ്ടി കൊണ്ട് ഇറക്കി എന്നെ നിങ്ങളെ പിന്നെ എല്ലാരും കൂടെ കണ്ടല്ലേ വണ്ടി അടിച്ചു പൊട്ടിക്കുവാൻ. എന്ന് പറഞ്ഞാൽ അവനെ ആശുപത്രി കൊണ്ടുപോണ്ടേ? അതിന് അമ്മാവൻ പോയൊന്ന് പറഞ്ഞൊന്ന് ഓക്കെ ആക്കട്ടെ. അതാ അതിന് നിങ്ങൾ എന്റെ കൂടെ വാ. ഓടിച്ചിട്ടതല്ലേ അതല്ലേ ഞാനല്ലേ കൂടെ. പിന്നെന്താ അമ്മാവ യവനിപ്പോ എന്റെ ഗുണ്ടയാ പാസില്, അവനെ പോലും അറിയില്ല എന്ന് പറയുമ്പോ പിന്നെ ഞാനും കൂടെ വന്ന എങ്ങനെ ശരിയാവും? അല്ലടാ എന്നെ തിരിച്ചറിയണ്ട. അവൻ ഇന്നെന്തേലും ചെയ്താലോ? അമ്മാവനെ തിരിച്ചറിയോ? അമ്മാവൻ ചെന്ന് മയത്തില് പറഞ്ഞിട്ട് അവന് നിങ്ങളുടെ ഒന്ന് ശ്രദ്ധിച്ചു വേണം അടുത്തിരിക്കുമ്പോഴൊക്കെ. ചിലപ്പോ എന്തെങ്കിലും അമ്മാവനെ കുഴപ്പമില്ല എന്നാ പിന്നെ ആൻസർ ഒന്ന് കാണണ്ട. ചിലപ്പോ എന്റെ കൂട്ടുകാരനാണെന്ന് ഓർമ്മയിലെങ്ങാനും വന്നാലാ വേണ്ട. ഞാൻ വിളിക്കുമ്പോ നീ വണ്ടി അത്രയ്ക്ക് വയലന്റ് അവൻ. നീ എന്നാ ചെന്ന് നോക്കാം. ഞാൻ പോയ എന്നെ തല്ലുവോ? പറഞ്ഞാ കേക്കൂലേ?
എന്തേ എന്താ അവന് പറ്റിയേ? എനിക്കൊന്നും അറിയില്ല. അവനെവിടെ? അവനകത്ത് കിടപ്പുണ്ട്. കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. കുടിക്കൊരു വാളിലെടുത്തേക്ക് ഇന്നിപ്പോ എന്താ അവനെന്താ കുഴപ്പം? എന്നെ ഇപ്പൊ കെട്ടിച്ചേടുന്നൊക്കെ പറഞ്ഞേ. എത്രയും പെട്ടെന്ന് അവനെ ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ടുപോകാം. കൊണ്ടുപോവാന്ന്. എന്താ സംഭവം എന്നറിയട്ടെ? തിരിച്ചറിയണല്ലോ. അതെ, എന്തെങ്കിലും പറ്റിയോ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പോയോക്കാം. ആ മുറിക്കാരി എന്താ ഇതൊന്നും നോക്കണം. പറഞ്ഞില്ല ഞാൻ ഇവിടെ പിന്നെ എന്തിനാ പേടിക്കണേ? അവിടെ വിഷമിക്കാതിരിക്കേ. അല്ലേ ഒന്നുമില്ല. അല്ല അവന്റെ കയ്യിൽ വല്ല കത്തിയോ മടാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവനെ ഉപദ്രവിക്കണമൊന്നുമില്ല. അവനെന്ത് പറ്റി? അല്ല എന്താണോ ഇപ്പൊ ഉള്ളിൽ ചെയ്യുന്നതല്ല, ഞാൻ നോക്കാം. ആ അമ്മാവനാണോ? വാ ഇരിക്കി. വീട്ടിരിക്കി. ഞാൻ അമ്മാവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരായിരുന്നതാ. ഏതായാലും ഇപ്പം ഇങ്ങോട്ട് വന്നത് നന്നായി. അതായത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. എന്താ? അതായത് നമ്മുടെ തങ്കത്തിൻ്റെ കല്യാണം അത് വേഗം ഉറപ്പിക്കണം. സംഗതി ആകെ കുഴപ്പമാണ്. അത് ചെയ്യാൻ നമുക്ക് ഉറപ്പിക്കാം. അവൾ നമ്മൾ വിചാരിച്ച പോലെയല്ല. അവൾ കുട്ടിയെ നടന്നിൻ്റെ ഒരു ധാരണ. ഇപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തുണ്ടല്ലോ ടീറ്റസ്, ആ വൃത്തികെട്ടവനുമായിട്ട് എന്തോ ഒരു അടുപ്പുണ്ട്. അതേ നമ്മുടെ കുടുംബത്തിൽ പറ്റില്ല. അവനെ കണ്ട് നമുക്ക് വരട്ടാം നമുക്ക്. അവനെ വരട്ടാന്നുള്ളതല്ല, അവനെന്തോ ആയിക്കോട്ടെ. അവനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അവനെ ഞാൻ ഇവിടുന്ന് ഇറക്കി. ഇനി അവൻ ഈ പടി കിടന്നിട്ട് വരില്ല. ഇല്ല അല്ലേ? അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം നമുക്ക്. അതിന് പച്ച മറന്നില്ല. വേണ്ട, ഞാൻ നടത്തും. ഞാനും കൂടെ. അമ്മാവൻ കൂടെ നിന്നാൽ മതി. അത് മാത്രം മതി. അത് ഇപ്പം എന്താ നമുക്കേ ഡോക്ടറെ അടുത്തൊന്ന് പോയാലോ? നീ എന്തോ വീണുന്നോ സുഖമില്ലാന്നൊക്കെ. ഡോക്ടറെ അടുത്ത് പോകണം. ഞാൻ അമ്മാവൻ്റെ അവിടെ വന്നു കഴിഞ്ഞ സമയത്ത് മറ്റേ ആ മാവിൻ്റെ മുകളിൽ നിന്ന് വീണല്ലോ. മാവിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വീണല്ലോ. എന്നിട്ട് മാവിൻ്റെ മുകളിൽ നിന്ന് വീണു. എന്നിട്ട് രാമവൈദ്യരുടെ അടുത്ത് പോയിട്ട് മറ്റേ മരുന്ന് വെച്ചില്ലേ, അതിൻ്റെ ശേഷം എന്തോ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. പച്ചമരുന്ന് ആവുകൊണ്ടാവോ എന്താണെന്നറിയില്ല. ഇപ്പോഴേ ചില സമയത്ത് ഇതാ ഈ ഞണ്ടില്ലേ, ഞണ്ടില്ലേ ഞണ്ട്. ആ ഞണ്ട് ഇങ്ങനെ അരിക്കണ പോലെ ഇങ്ങനെ തോന്നും. ഇതാ ഇപ്പം അരിക്കുന്നു. എവിടെ? ഇപ്പം അരിക്കണ്ടതാ. ഇത് കൂടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഒരടിയാണ് കൊടുക്കുക. അവിടെ നിന്നു. ഇപ്പം നിന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കാണും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോവാ. അപ്പം നീ റെഡിയാവും. ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ്റെ വണ്ടി വരാൻ പറയാം ഞാൻ. അപ്പോൾ ഈ തങ്കത്തിൻ്റെ കാര്യം ആദ്യം നമ്മൾ സുഖം പ്രാപിക്കണ്ടേ? തങ്കത്തിൻ്റെ വന്നതും ഉടനെ തങ്കത്തിന് ഒരു നല്ല ചെക്കനെ കാണിക്കണു. നമ്മൾ ഉടനെ കല്യാണം നടത്തണം. അളിയനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഡോക്ടറെ കാണാം. ആദ്യം ഡോക്ടറെ കണ്ടുവരാം. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മാവൻ മാത്രം മതി എൻ്റെ കൂടെ. വേറെ ഒരാളും വേണ്ട. ഒരാളെ എനിക്ക് വിശ്വാസമില്ല. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും വിശ്വാസമില്ല എനിക്ക്. വേണ്ട, ആരും വേണ്ട, ഞാൻ വരാം. കാരണം തങ്കം ഇങ്ങനെ എന്നോട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല അതെ, എന്താ പറയുക, പ്രായത്തിൻ്റെ നമുക്ക് എന്താ വേണ്ടിച്ച ചെയ്യാം. ഇപ്പം നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. എന്നാ വാ. എങ്ങനെ പോകുന്നു ഞാൻ പറഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ട്. പറയാം. പോവാം. എന്നാ റെഡിയാവും. ഞാൻ റെഡിയാണ്. ഇങ്ങനെ മതിയല്ലോ. എന്താ ഞാൻ റെഡി ആയിട്ടിരിക്കില്ല. വാ. പിന്നെ വേറൊരു കാര്യം. എന്താ, നമ്മുടെ ആ വാര്യത്തൊരു കുട്ടീൻ്റെ പുഷ്പ, അവൾ 1-2 ദിവസമായിട്ട് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറ്റം ഉണ്ടാവില്ല. ഞാനായിട്ടൊരു തെറ്റും ചെയ്യില്ല. കാരണം കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാവാൻ ഞാൻ നിൽക്കില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ആ കുട്ടിയോട് പറഞ്ഞു വിടുന്നത്. പക്ഷെ അമ്മ കേൾക്കണില്ല. അമ്മാവനൊന്ന് പറയണം ആ കുട്ടിയോടോ. അപ്പോൾ ഞാൻ പറയും അത് പറയണം. എന്നാലേ അത് ശരിയുള്ളൂ. മറ്റേത് നമ്മുടെ കുടുംബത്തിന് പറ്റില്ല. അതൊക്കെ ഞാനിട്ട് നീ ഒരു പേടിയും പേടിക്കണ്ട. നീ ഇപ്പം ആദ്യം ഡോക്ടറെ കാണാൻ പോവാ. നടക്കും. അവിടെ നിർത്തിക്കോ. ഇത് പതുക്കെ ഇറങ്ങ്. തല ഇളക്കണ്ട. കാശ് കൊടുത്ത കടുക്ക്. പതുക്കെ ഇളകണ്ട പോയി കിടക്കും. ഒന്ന് പറയണ്ട എൻ്റെ ചേച്ചിയെ. കഷ്ടകാലം നേരത്ത് മുടിമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ?
ആ നമ്മുടെ കനകനെ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചോണ്ടിരിക്കുമ്പോഴേ അതന്നെ പറയണേ. കനകനെ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ ഒരാവശ്യമില്ലാണ്ട് ജനലിൽ കൂടെ എത്തി നോക്കി. ഇവനെ കണ്ടതും കനകൻ ആ പേപ്പർ വായിച്ചു കൊടുത്തു ഒറ്റ ഏറ. 2 സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ ഏട്ടനെവിടെ? അവന് കുഴപ്പമൊന്നുമില്ല. അവനൊരു ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉണരുമ്പോ എല്ലാം മാറുന്നു ഡോക്ടർ പറഞ്ഞു. അമ്മാവ എനിക്കൊന്ന് കാണണം അമ്മാവ. അല്ല അവനൊരു കുഴപ്പമില്ലെന്ന്. എന്തിനാണ് അമ്മാവ എന്നെ ഒന്ന് കൊണ്ടുപോ? ഞാൻ അവിടെ നിൽക്കാന്ന് കരുതിയതാണ്. അപ്പൊ ഇവൻ അവിടെ നിന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞതാ. അവൻ അവിടെ ഉള്ളതുകൊണ്ട് ഇവൻ അവിടെ കിടക്കാൻ പേടി. അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ അവനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നു. അല്ല ഭക്ഷണമൊക്കെ കൊണ്ടുപോകണ്ട. അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫാസ്റ്റിൽ ക്യാൻറ്റീനിൽ മേടിച്ചു കൊടുത്തോളും. അല്ലെങ്കിൽ എന്നെ വിളിക്കും. ആങ്ങളൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ അവിടെ ആളുണ്ട്. എനിക്ക് എന്തെങ്കിലും എന്താ വിശക്കുന്ന ഗുളിക കഴിക്കാനുള്ളതാ. അത് ഉറപ്പൊഴിക്കണ്ട, കൊണ്ടേ കിടത്ത്. കൊണ്ടുപോ അമ്മാവ. എടി അത് ആണുങ്ങളുടെ പാടല്ലേ, അവിടെ പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റില്ലാന്ന്. എനിക്കൊന്ന് കണ്ടാ മതി, ഞാൻ അപ്പൊ തന്നെ പോന്നോളാം. എടി അത് പ്രാന്തന്മാരുടെ ആശുപത്രിയല്ലേ, അവിടെ എന്തെങ്കിലും സംഭവിച്ചാലോ? അല്ല ഈ മാനസികമായിട്ടേ അസുഖമൊക്കെ ഉള്ളവരെ കൊണ്ടുവന്ന് നോക്കണ ആശുപത്രി അല്ലേന്ന്. എന്നാലും എനിക്കൊന്ന് ഒരു കുഴപ്പമില്ലാന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫാസിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളേക്ക് ഉണർന്ന ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഡോക്ടർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ കൊണ്ടുവരും. പിന്നെ ഞാൻ കൊണ്ടുവരും, ഉറപ്പല്ലേ പറയണു. ഞാൻ എന്തായാലും തീരുന്ന ചാവും. എന്തിനാ കരയണ? എനിക്കില്ലേ വിഷമം. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോരുമോ? ഞാൻ നോക്കിക്കോളാം. ചെല്ലേ പോയി കിടക്ക്. ഇനി ഓരോന്ന് ആലോചിച്ച് പ്രഷർ കൂട്ടണ്ട. ചെല്ലേ അമ്മനെ കൊണ്ടേക്ക. ചെല്ലേ. ഈശ്വര, അസുഖം മാറിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ആ ഫാസിലിന്റെ കാര്യം കട്ടപ്പോകെ. ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാന്ന് പേടിപ്പിച്ച് കളഞ്ഞ. വേദനയൊക്കെ മാറിയോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, നോർമലാണ്. ഇന്നലെ ഒന്ന് കിടന്ന് നന്നായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നോക്കുമ്പോ ഒരു കുഴപ്പമില്ല. കേറിക്കോ അങ്ങോട്ട്. മോനെ ആ എന്തായി? എന്താണ്? ഒന്നുമില്ല. പേടിപ്പിച്ചു കളഞ്ഞു മനുഷ്യനെ. 2 ദിവസം കൂടി കഴിഞ്ഞാണെങ്കിൽ നീ എന്നെ കെട്ടിച്ചു വിട്ടേനെ. അയ്യോ എന്താളിയാ, എന്തു പറ്റി തലക്ക്? ഒന്നുമില്ലാളിയാ, ഇന്നലെ ഇത്രയും വലിയൊരു ഉൽക്ക നേരെ എന്റെ തലയിലേക്ക് വന്ന് പതിച്ചതാ. എന്തമ്മാ? എന്താ സൂക്ഷിച്ചൊക്കെ നടക്കണ്ട എന്റെ അളിയാ. നീ എന്തിനാ എന്നെ പിടിക്കണേ? കുഴപ്പമൊന്നുമില്ലാന്ന് കേട്ടോ. ബാബാസിലെ ചാടിച്ചു പോ. അയ്യോ എനിക്ക് വേണ്ടട്ടാ, ഞാൻ KCB-യിലെ ഫാസിലാണ്. അവിടെ പോണം. ഞാൻ വേഗം വരാട്ടാ. ആ ക്ലീറ്റോ, കനകം പറഞ്ഞ മേരി ഏതാ? മേരിയോ? ഏത് മേരി? ഏട്ടാ, വാര്യത്തെ പുഷ്പ ഇപ്പൊ എവിടെയുണ്ട്? വാര്യത്ത് പുഷ്പ ബോംബെയിലല്ലേ? എന്തിപ്പോ ചോദിക്കും കാരണം?